സുനിൽ ഐസക് കൂടി ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. സുനിൽ, അതായത് ഈ മണ്ണിടിഞ്ഞൊരു ഭാഗം പുഴയിലേക്ക് ഒലിച്ചു പോയിരിക്കുന്നു, പക്ഷേ ആ ഭാഗത്തല്ല NH തന്നെയാണോ ഈ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണോ ലഭിക്കുന്നത്? ജിൽസി, തെരച്ചിലിന്റെ 5-ാം ദിവസം ഒരു പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പിലേക്ക് തെരച്ചിൽ സംഘം എത്തുന്നു. കാത്തിരിപ്പ് വെറുതെ ആവില്ല എന്നൊരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന ഒരു വിവരം. മംഗളൂരുവിൽ നിന്ന് രാവിലെ റഡാർ എത്തിച്ചുള്ള പരിശോധനയായിരുന്നു നടന്നു വന്നിരുന്നത്. ആ റഡാർ പരിശോധനയിൽ ലോറിയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയതായ വാർത്ത. എന്തായാലും ലോറി കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ലോറി എവിടെയാണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഒരു പ്രതീക്ഷ പകരുന്ന കാര്യം. ഇത് പുഴയിലല്ല, NH തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ ആ ഭാഗത്ത് തന്നെ, അതിനടിയിൽ തന്നെ ലോറി ഉണ്ട് എന്നാണ് ഇപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ തന്നെയാണ് ഇതിന്റെ പരിശോധനകൾ വീണ്ടും ഇന്ന് പുനരാരംഭിച്ചിരുന്നു. നാവികസേനയുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അതുപോലെ NDRFന്റെയും ഒക്കെ അടങ്ങുന്ന പ്രത്യേക സംഘം ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ പരിശോധന ആരംഭിച്ചു. മാത്രമല്ല, അതിൽ ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ പരിശോധനയിലൊക്കെ കനത്ത മഴ തെരച്ചിലിന് വലിയ പ്രതികൂലമായ ഘടകമായി മാറിയിരുന്നു. പക്ഷേ ഏറ്റവും ഇന്നത്തെ ദിവസം കാലാവസ്ഥയും അനുകൂലമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ അതിൻ്റെ ഒരു പ്രതീക്ഷ പകരുന്ന വാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതായത് റഡാറിൽ ലോറിയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു. ലോറി എവിടെയാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്, തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഒരുപക്ഷെ കുടുംബത്തിന്റെ, ഒരു നാടിന്റെ മുഴുവനുള്ള കാത്തിരിപ്പ് വിഫലമാവില്ല എന്ന പ്രതീക്ഷയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മാധ്യമങ്ങൾ അടങ്ങുന്ന സംഘത്തെ ഈ സ്ഥലത്തേക്ക് കുറേ മണിക്കൂറുകളായി ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ അകലേക്കായിരുന്നു മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു പ്രത്യേക വാഹനത്തിൽ മാധ്യമങ്ങൾ പ്രവർത്തകരെയും കൂടി ഈ തെരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും തെരച്ചിലിന് നേതൃത്വം നൽകുന്നതിനായി ഉത്തര കന്നഡയുടെ ചുമതലയുള്ള മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് കരുതുകയും ചെയ്യുന്നത്. എന്തായാലും തെരച്ചിൽ വലിയ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ചില പരാതികൾ ഉണ്ടായിരുന്നു. തെരച്ചിലിന് വേഗം പോരാ എന്നടക്കമുള്ള പരാതികൾ കുടുംബവും ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ അടക്കം, കേരള സർക്കാർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഒപ്പം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ കർണാടക മന്ത്രിമാരുമായും മുഖ്യമന്ത്രിയുമായും ഒക്കെ സംസാരിച്ചിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് തെരച്ചിൽ ഊർജിതമാവുന്നത്. നാവികസേന അടക്കം സ്ഥലത്തേക്ക് എത്തുന്നു. ഇന്ന് രാവിലെ 6 മണി മുതൽ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്നു. ആ തെരച്ചിലിന്റെ ഭാഗമായി മംഗളൂരുവിൽ നിന്ന് റഡാർ എത്തിച്ചാണ് പരിശോധന നടക്കുന്നത്. ഇന്നലെ തന്നെ ഈ ലോറി പുഴയിലില്ല, പുഴയിലേക്ക് ലോറി വന്നിട്ടില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഈ മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീണ് കിടക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നത്. അതായത് ഇവിടെ നിന്ന് മണ്ണെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ മണ്ണ്, വീണ്ടും മണ്ണിടിച്ചിൽ കൂടുതൽ രൂക്ഷമാവുമോ അല്ലെങ്കിൽ കൂടുതൽ മണ്ണിടിയുമോ എന്നൊരു ആശങ്ക ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. ആ മണ്ണിടിഞ്ഞ് കിടക്കുന്ന പ്രദേശത്ത് എവിടെയാണ് ലോറി എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിച്ചാൽ ആ പ്രദേശം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തും. എന്തായാലും അത് തന്നെയായിരുന്നു നമ്മൾ വേണ്ടിയിരുന്നത്. കാരണം ഈ ലോറി എവിടെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്, രക്ഷാദൌത്യ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിപ്പോൾ വിജയകരമായി തന്നെ ആ ലോറി എവിടെയാണെന്ന് റഡാറിന്റെ സഹായത്തോടെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വരും മണിക്കൂറുകളിൽ വളരെ ഊർജിതമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ അർജുനിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ടല്ലേ? തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയാണുള്ളത്. ഒരു നാട് മുഴുവൻ, ഒരു കുടുംബവും നാടും മുഴുവൻ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, 5 ദിവസങ്ങളായി ഇത്തരത്തിലൊരു കാത്തിരിപ്പ് തുടരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരുന്നു. ഒരുപക്ഷെ നാട് മുഴുവൻ അർജുനന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്, അതിലും പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ വിഫലമാവില്ല എന്നതിന്റെ ലക്ഷണങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. സ്വാഭാവികമായും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലോറി കൃത്യമായി എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ ആ പ്രദേശം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക്, അല്ലെങ്കിൽ അവിടെ മാത്രം പരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മണ്ണിടിഞ്ഞ് ഇവിടേക്ക് എത്താത്ത തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കി ഈ ലോറി ഇരിക്കുന്ന ഭാഗം മാത്രം ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവിടെ മാത്രമായിട്ട് പരിശോധന നടത്താൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. അവരുടെ ബന്ധുക്കളടക്കമുള്ള, ഭാര്യ സഹോദരൻ അടക്കമുള്ള ആളുകൾ, ലോറിയുടെ ഉടമസ്ഥനടക്കമുള്ള ആളുകളൊക്കെ ഈ പരിശോധനയ്ക്കൊപ്പം ഉണ്ട്. ഇവിടെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് അത്തരം പരിശോധനകൾ അവരുടെ കൂടി ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ അത്തരം ആളുകളൊക്കെ ഇതിനൊപ്പമുണ്ട്.
ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഉത്തര കന്നഡയുടെ ചുമതലയുള്ള മന്ത്രി അടക്കമുള്ള ആളുകൾ സ്ഥലത്തുണ്ട്, കളക്ടർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്ര സജീവമായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പരാതികൾക്കൊന്നും ഇട നൽകാത്ത തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്ന ദേശീയപാതയിലേക്കാണ് ആ പാത മാത്രം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിലാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലാണ് ലോറി ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി ഈ ലോറിക്കുള്ളിൽ തന്നെ അർജുൻ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് കുടുംബവും അതുപോലെ ലോറി ഉടമസ്ഥരും അടക്കമുള്ള ആളുകൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും പങ്കുവച്ചിരുന്നത്. ഒരുപക്ഷെ ഒരു 3-4 ദിവസങ്ങളിലൊക്കെ കഴിയാനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ആ ലോറിക്കുള്ളിൽ ഏറ്റവും പുതിയ സംവിധാനങ്ങളോട് കൂടിയ ലോറിയാണ്. ആ ലോറിക്കുള്ളിൽ അർജുൻ ഇപ്പോഴും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. സ്വാഭാവികമായും അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക്, അവിടെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണ് ഇനി വരും മണിക്കൂറിൽ, വരും നിമിഷങ്ങളിൽ ഫയർഫോഴ്സും നാവികസേനയും അടക്കമുള്ള സംഘം കടക്കുക, NDRF അടക്കമുള്ള സംഘം നടക്കുക. അവിടെ പരിശോധന നടത്തുന്നു. അവിടെ പരിശോധന നടത്തി ലോറി കണ്ടെത്താൻ സാധിക്കുക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അരികിലേക്ക് എത്താൻ ഇനി ഒരുപക്ഷെ ഏറ്റവും അടുത്ത സമയം തന്നെ ലോറിയുടെ സമീപത്തേക്ക് തെരച്ചിൽ സംഘത്തിന് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ കളക്ടർ അടക്കമുള്ള ആളുകൾ പങ്കുവയ്ക്കുന്നത്. പോലീസ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ രാവിലെ പറഞ്ഞതും അതുതന്നെയാണ്. അത്തരമൊരു പരിശോധനയിലേക്കാണ് ഇനി വരുന്ന നിമിഷങ്ങളിൽ കടക്കുക. സ്വാഭാവികമായും അർജുനടുത്തേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് തെരച്ചിൽ സംഘത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ആ തെരച്ചിൽ സംഘത്തിന് മാത്രമല്ല ഒരു നാട് മുഴുവൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. തെരച്ചിൽ സംഘത്തിന് വളരെ പെട്ടെന്ന് തന്നെ അർജുന്റെ ലോറി എവിടെയാണെന്ന് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എത്തി കൂടുതൽ രക്ഷാപ്രവർത്തനം, മണ്ണ് മാറ്റി എടുത്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ഈ രക്ഷാദൗത്യത്തിലെ ഏറ്റവും വളരെ നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം എവിടെയാണ് ഈ ലോറി ഉള്ളത് എന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും ദുർഘടമായ ദൗത്യം. കാരണം ഒരു NH മുഴുവൻ മണ്ണിടിഞ്ഞുകൊണ്ട് അത് സമീപത്തെ നദിയിലേക്ക് കൂടെ അവിടെ ഒരു മൺതിട്ടയായി രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനിടയിൽ എവിടെയാണ് ഉണ്ടാവുക എന്ന് കണ്ടെത്തുക എന്നത് രക്ഷാസംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുർഘടമായ ഒരു ദൗത്യമായിരുന്നു. ഇന്ന് രാവിലെ മംഗലൂരുവിൽ നിന്ന് റഡാർ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഈ ലോറിയുടെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെയുള്ള ലോറിയാണ്. അതുകൊണ്ട് തന്നെ ആ ലോറിയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതിനനുസരിച്ച് ഈ ലോറി കൃത്യമായി സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാത്രം രക്ഷാപ്രവർത്തനം നടത്തി വളരെ പെട്ടെന്ന് അർജുനിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ നിമിഷത്തിൽ നമ്മുടെ റിപ്പോർട്ടർമാർ പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല നേരത്തെ മാധ്യമപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് എത്താൻ വിലക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരൊരു പ്രത്യേക വാഹനത്തിൽ ഈ സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരെ കൂടി എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, വിവരങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്കോലയിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ തന്നെ അർജുനെ തേടി അർജുനെ കണ്ടെത്താൻ രക്ഷാ ദൗത്യ സംഘത്തിന് കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്.